മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. പിന്നെ നിഷ മീഡിയ ചാനലിന് വേണ്ടി നമ്മുടെ AJP എന്ന് വിളിക്കുന്ന വൈറൽ താരമായ റിവ്യൂവർ താരമായ അലിൻ ജോസ് പെരേര എൻ്റെ കൂടെയുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ അലിനെ നേരിടുന്നുണ്ടല്ലോ. എന്താ സംഭവം, ഒന്ന് വിശദീകരിക്കാവോ? എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ചില ആൾക്കാർ വെളിവില്ലാണ്ടും ബോധക്കേടുള്ള ആൾക്കാർ പലതും വിളിച്ചു പറയും. ഫ്ലാഷ് ബാക്ക്. എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. നിനക്കുള്ള വധശിക്ഷ ഞാൻ നടപ്പാക്കും. ആണുങ്ങളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൈവസി ആകുമ്പോ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷെ ഇതൊരു ചെയ്യാത്ത കാര്യങ്ങൾ പോലും വെറുതെ പറയുന്നത്, റൂമിൽ മൊത്തമാക്കി എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇതിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ട്. ഇനിയും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ പുള്ളി? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു പുള്ളി ചെയ്ത് തെളിവെവിടെ? എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. തെളിവ് വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാർ പലതും പറയും. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. രാത്രിയല്ലേ പുള്ളി വീഡിയോ ഇടുന്നത്, പകലെന്താ വീഡിയോ ഇടാത്തത്? 5 മില്യൺ 6 മില്യൺ ആയി ഒറ്റ വീഡിയോ. മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എത്ര വീഡിയോസ് ആയി? ഭയങ്കരமான ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. അപ്പോൾ നമ്മുടെ അലിൻ ജോസ് പെരേര പറയുന്ന ആറാട്ടെണ്ണം വീണ്ടും വീണ്ടും റീച്ചിന് വേണ്ടി പറയുന്നതാണ്. അതിൽ കഴമ്പില്ല. അതല്ല ഉദ്ദേശം. ഞാനും നെസ്ലിനും മാത്യു തോമസ് ഒക്കെ ഒരേ പ്രായക്കാരാ. പക്ഷേ പുള്ളിയൊക്കെ സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ സ്റ്റാറായി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ട് സൂപ്പർ സ്റ്റാറായി എന്ന് പറയാം. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. ആൾക്കാർക്ക് ജനങ്ങൾക്കിടയിലാണ് സൂപ്പർ സ്റ്റാർ പദവി ആൾക്കാർ വിളിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ സ്വയമേ എഴുതി ചേർത്തതല്ല. ജനങ്ങൾ നമ്മുടെ തപ്നയിൽ ഇടുന്നതാണ്. ഇത് സിനിമയല്ല, പച്ചയായ ജീവിതമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.